ദൈവതിരുനാമത്തിന് മഹത്വം. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് അർത്ഥം കൊടുത്തുകൊണ്ട് രോഗത്താൽ വലയുന്നവർക്ക് ആശ്വാസമായി, സാന്ത്വനമായി, ശുശ്രൂഷയുടെ കരമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി സാന്ത്വന വെല്ലൂർ എന്ന പ്രദേശത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലായ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ചികിത്സക്കായി കടന്നു വരുന്ന രോഗികൾക്ക് അപ്പോയിൻമെൻ്റ് എടുത്തു കൊടുക്കുവാനും താമസ സൗകര്യങ്ങളും അവരുടെ ചികിത്സാ ക്രമീകരണങ്ങളും നടത്തുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സാന്ത്വനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. രോഗത്താൽ തകർന്ന മനസ്സുമായി കടന്നു വരുന്ന രോഗികൾ എവിടെ പോകണം, എങ്ങനെ ട്രീറ്റ്മെൻറ്റിൻ്റെ ക്രമീകരണങ്ങൾ നടത്തുവാൻ പറ്റും എന്ന് അലയുമ്പോൾ സാന്ത്വനയുമായി ബന്ധപ്പെട്ട് അവിടെ കടന്നു വരുന്നവർക്ക് അപ്പോയിൻമെൻറ്റ് കാര്യങ്ങൾ ക്രമീകരിച്ച്, താമസ സൗകര്യങ്ങൾ ക്രമീകരിച്ച് സാന്ത്വന വെല്ലൂരിൻ്റെ വിളക്കായി വിളങ്ങുകയാണ്. റേഡിയേഷൻ, കീമോതെറാപ്പി തുടങ്ങിയ മാരകമായ രോഗങ്ങൾക്ക് 6 മാസത്തോളം വെല്ലൂരിൽ താമസിച്ച് ചികിത്സയെടുക്കേണ്ടി വന്നു. അവർക്ക് ലോഡ്ജും ഹോട്ടലുകളും ഒരു ഭാരമായി തീരും. ലോഡ്ജിൻ്റെ ഏകാന്തതയും അപരിചിതത്വവും അവരുടെ മാനസിക ഭീതി വർദ്ധിക്കും. എന്നാൽ സാന്ത്വനയിൽ ഒരു കുടുംബത്തിലെ അന്തരീക്ഷത്തെ പോലെ കരുതുവാൻ പറ്റുന്ന സാഹചര്യവും 3 നേരത്തെ പ്രാർത്ഥനയും വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും ശുശ്രൂഷകളും ആ മാനസിക ഭീതി വളരെയേറെ കുറയ്ക്കുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ നാളുകളിൽ സാന്ത്വനയുടെ വളർച്ച അതിവേഗം വിസ്തൃതമായി കൊണ്ടിരിക്കുകയാണ്. 2 ഏക്കറോളം ഭൂമി സമ്പാദിച്ച് 15 മുറിയുമായി സാന്ത്വന ഇപ്പം വളർന്നിരിക്കുകയാണ്. എന്നാൽ ഈ 15 മുറികളിലായി ഏകദേശം 30ഓളം രോഗികൾ താമസിക്കുക. എത്രയും വേഗം കൂടുതൽ മുറികൾ കണ്ടെത്തി അവരെ ശുശ്രൂഷിക്കുവാനും അവരെ കരുതുവാനും സഭയ്ക്ക് ചുമതലയുള്ളത് കൊണ്ട്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടോ, ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചോ എന്ന യേശുനാഥൻ്റെ വാക്കുകൾക്ക് അർത്ഥം കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഈ രോഗീയ ശുശ്രൂഷയുമായി മുന്നോട്ട് കടന്നു പോകുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും പ്രാർത്ഥനയും വളരെ വിനയത്തോടെ ഞാൻ ആവശ്യപ്പെടുകയാണ്.
115 ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ, സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ ദയ എന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നുമുള്ളത്. ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ, യഹോവയ്ക്കർപ്പിടുവിൻ, യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ, അവനെ വാഴ്ത്തിടുവേൻ. അവൻ ദൈവതിരുനാമത്തിന് മഹത്വം. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. എറണാകുളം ജില്ലയിൽ അങ്കമാലി ആഴകം പള്ളി ഇടവകയിൽപ്പെട്ട വ്യക്തിയാണ്. എൻ്റെ മകളുടെ ട്രീറ്റ്മെൻറ്റിനായിട്ടാണ് ഞങ്ങൾ ഇവിടെ ചെന്നൈയിലെ വലിയൊരു ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. ഇവിടേക്ക് ട്രീറ്റ്മെൻറ്റായി വരുമ്പം എങ്ങനെ വരും, എങ്ങനെ ചെയ്യും എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. താമസിക്കാൻ സ്ഥലമില്ല, ഭാഷ അറിയില്ല, ഒന്നും അറിയില്ല. ഞങ്ങളപ്പോൾ ഞങ്ങളുടെ പള്ളി അച്ഛനുമായി ബന്ധപ്പെട്ട് അഭിമന്യ പിതാവിൻ്റെ അരിയത്ത് ആവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പം പിതാവിനെ ഫോണിലൂടെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിതാവ് ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറെ ഇന്ന ദിവസം ബുക്ക് ചെയ്ത് മക്കൾ അവിടെ നിന്ന് പോരെ എന്ന് പറയുകയും നിങ്ങൾക്ക് താമസിക്കാൻ ഞാൻ ഒരിടം തരാം എന്നും അഭിമന്യ പിതാവ് ഞങ്ങളുടെ അരിയത്ത് പറയുകയും ചെയ്തു. അതിന് പ്രകാരം ഞങ്ങളിവിടെ വരികയും പിതാവ് താമസിക്കുന്ന ഗൈഡൻസ് സെൻ്ററിൽ, സ്വാന്തനം ഗൈഡൻസ് സെൻ്ററിൽ ഞങ്ങൾ വരികയും ഞങ്ങളെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പിതാവ് ഞങ്ങളുടെ കൂടെ തന്നെ വന്ന് ഞങ്ങളെ കാണേണ്ട ഡോക്ടറെ കാണിച്ച് വിവരം പറഞ്ഞ് എല്ലാം കാണിച്ച് ബ്ലഡ് എടുക്കുന്നതുകൊണ്ടും ഇവിടെ ഹോസ്പിറ്റലിൽ വന്നാൽ തന്നെ നമുക്കറിയാൻ പറ്റും. ഒരു പെരുന്നാൾ പോലെയാണ് ജനങ്ങൾ വന്ന് കയറി ഇറങ്ങിപ്പോണത്. എവിടെ ചെല്ലണം, എവിടെ നിൽക്കണം ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. പിതാവ് തന്നെ ഞങ്ങളെ കൊണ്ടുപോയി എല്ലാം കാണിച്ച് തന്ന് സ്ഥലങ്ങളും കാണിച്ചു തന്ന് ഇവിടെ മലയാളികളാണെന്ന് അറിയുമ്പം പൈസ ഒത്തിരി വാങ്ങിക്കും. അത് കാരണം നിങ്ങൾ ഓട്ടോയ്ക്ക് ഇത്ര പൈസ കൊടുത്ത് മതി, റിട്ടേൺ വണ്ടി ഇങ്ങനെയുണ്ട്, അതിന് പോയി പോരെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഇവിടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് ഇവിടെ ഓരോ റൂമുകളിലെ ഓരോ വ്യക്തികളുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് വന്ന് കയറിയപ്പോൾ തന്നെ സങ്കടം തോന്നിയത് ഞങ്ങളുടെ ചാപ്പൽ കണ്ടപ്പോഴാണ്. ഒരു ഓല മേഞ്ഞ ചാപ്പലാണ്, മഴ പെയ്താൽ നനയും. ഞങ്ങളപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയുള്ള പള്ളികളേ ഇല്ല, ചാപ്പലുകളേ ഇല്ല. എല്ലാം നല്ല ഷീറ്റൊക്കെ മേഞ്ഞ് നല്ല വാർത്ത് ടൈലൊക്കെ ഒട്ടിച്ച ചാപ്പലാണ്. പിന്നെ അഭിമന്യ പിതാവ് താമസിക്കുന്ന സ്ഥലം കണ്ടുകഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓർത്തു, ദൈവമേ ഇവിടെയാണോ ഈ പിതാവ് കിടക്കുന്നത്? ഞങ്ങളുടെ അവിടെ എല്ലാവരും നല്ല രീതിയിൽ ഫാനും എല്ലാ സൗകര്യങ്ങളുമായിട്ട് കിടക്കുന്നു. പിതാവിൻ്റെ താമസിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ വരുന്ന രോഗികൾക്ക് താമസിക്കാനുള്ള സൗകര്യമാണ് പിതാവ് ഏർപ്പെടുത്തി തന്നേക്കുന്നത്. ഇത് എങ്ങനെയെങ്കിലും എല്ലാവരും കഴിയുന്ന സഹായങ്ങൾ കൊടുത്ത് ഇതിന് നല്ലൊരു ഇതാക്കണം. ഞങ്ങളുടെ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം എൻ്റെ മകള് വന്ന് കണ്ടപ്പോൾ തന്നെ പറയാം, മമ്മി കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നമ്മളാൽ കഴിയാവുന്ന സഹായം കൊടുത്തിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് പോകുവാൻ. അതുപോലെയാണ് ഇവിടുത്തെ അന്തരീക്ഷം. സന്ധ്യ ആയാൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചാപ്പലിലിരുന്ന് പ്രാർത്ഥിക്കും. ആരും ആരുടെയും രോഗങ്ങളോ ദുഃഖങ്ങളോ ഒന്നും ഓർക്കാതെ സന്തോഷമായിട്ട് ഒരടുക്കളയിൽ എല്ലാവരും ഭക്ഷണം പാകം ചെയ്ത് സന്തോഷത്തോടു കൂടി പോവുകയും ഹോസ്പിറ്റലിൽ പോവുകയും വരികയും എല്ലാം ചെയ്യുന്നു.
ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഈ സെന്റർ പണിയുന്നതിന് മുമ്പ് പിതാവ് സ്വന്തം കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ഒരു വാടകയ്ക്കുള്ള കെട്ടിടം എടുത്ത് രോഗികൾക്ക് വേണ്ടി പാർക്കുന്നതിന് വേണ്ടി അവരെ കിടത്തുന്നതിന് വേണ്ടി ഉള്ള സൗകര്യം കണ്ടെത്തുകയായിരുന്നു. അത് ഞാൻ അറിയാൻ കഴിഞ്ഞത് ഇവിടെ മുൻപ് ട്രീറ്റ്മെന്റ് നടത്തിപ്പോയ പലരും മെയിൻ്റനൻസിന് വേണ്ടി ചെക്കപ്പിന് വേണ്ടി 6 മാസം കൂടുമ്പോഴോ 1 വർഷം കൂടുമ്പോഴൊക്കെ വരുമ്പോൾ അവർ പറയുമായിരുന്നു എല്ലാം അന്ന് അച്ഛനായിരുന്നു, എല്ലാം അച്ഛനാണ് ഓടിപ്പാഞ്ഞ് നടന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വെയിൽ നോക്കില്ല, രാത്രി നോക്കില്ല, പകല് നോക്കില്ല, അതുപോലെ കഷ്ടപ്പെടുന്നു. സാധാരണ മനുഷ്യരെ പോലെ രോഗികളുടെ കൂടെ നടന്ന് വർത്തമാനം പറയാൻ, കളിക്കുകയും ചിരിക്കുകയും ഞങ്ങളുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും എല്ലാം ഇതും ചെയ്യുന്ന പിതാവ് ഒരു സ്ഥാപനം പടുക്കാൻ വേണ്ടി ഇപ്പം ഒത്തിരി കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അത് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. ഇവിടെ 5-6 റൂമുകളുള്ളൂ. അത് തിരുമേനിയുടെ പ്രയത്നം കൊണ്ട് മാത്രമാണ്. നാട്ടിലൊന്നും ഇങ്ങനെ ആരും ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നേ ഇല്ല. എല്ലാവരും അവരവരുടെ സുഖങ്ങളനുസരിച്ച് നടക്കുന്നു, അവരവരുടെ ഇത് ചെയ്യുന്നുള്ളൂ. ഇവിടെ തിരുമേനിയും ഇവിടെ ഒരു അച്ഛനുണ്ട്. ആ അച്ഛനും ഇവിടെ വേറെ 2-3 കൂട്ടുകാർ പിള്ളേര് ഒക്കെയുണ്ട്. അവര് ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. ബ്ലഡ് വേണ്ടവർക്ക് ബ്ലഡ് കൊടുക്കാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നവരെ സഹായിക്കുന്നതിനും. അച്ഛനായാലും രാവിലെ 10 മണിക്ക് പോയി ചിലപ്പോൾ 3 മണിക്ക് അപ്പോൾ തന്നെ തിരിച്ചു പോയി. അങ്ങനെ ഒത്തിരി കഷ്ടപ്പെടുന്ന നാട്ടിലെ അച്ഛന്മാര് അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. അവർ ഈ രോഗികൾക്ക് വേണ്ടി ഇവിടെ ഹോസ്പിറ്റലിൽ അവരുടെ സമയം ചെലവഴിക്കാണ്. അത് ഹിന്ദു എന്നില്ല, ക്രിസ്ത്യാനി എന്നില്ല, മുസ്ലിം എന്നില്ല, ഒരു ഇതില്ല, ജാതി മതം ഒന്നും നോക്കുന്നില്ല. എല്ലാവർക്കും താമസിക്കാൻ വേണ്ടി ഒരു ഇതിനു വേണ്ടിയാണ് ഈ പരിശ്രമം നടത്തുന്നത്. ഇവിടെ ഈ ആളുകൾക്ക് കിടക്കാൻ സ്ഥലമില്ല. പുറത്ത് നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ 15,000 രൂപ അഡ്വാൻസ് കൊടുക്കണം. മാസം 10,000 രൂപ. സാധാരണക്കാർക്ക് അത് താങ്ങാൻ പറ്റുകയില്ല. ഇവിടെ പിതാവ് 1 രൂപ പോലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നില്ല. എല്ലാം പിതാവ് തന്നെയാണ് നടത്തുന്നത്. ഈ സ്ഥാപനം തന്നെ ഒത്തിരി കഷ്ടപ്പെട്ടാണ്. ഇതിന് കറണ്ട് വേണം, എല്ലാം ഇത് പിതാവ് തന്നെ കയ്യിൽ നിന്ന് എടുത്ത്, പിതാവിന് ഒന്നും മാറ്റിവെക്കാൻ കാണുകയില്ല. ഏതെങ്കിലും പള്ളിയിൽ പോയി കുർബാന അർപ്പിച്ച് അവർ കൊടുക്കുന്നത് പിതാവ് ഒന്നും ആരോട് ഇനി നാഴിക വരെ ചോദിച്ചിട്ടില്ല. കാരണം രോഗികളാണ് ഇവിടെ വന്നു പോകുന്നവര് മനസ്സറിഞ്ഞ് പിതാവിനെ സഹായിക്കുന്നതാണ് ഇത്രയും നാളായിട്ട് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോഴും സന്ധ്യാസമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുകയും ഞായറാഴ്ച ദിവസങ്ങളിൽ കുർബാന അർപ്പിക്കാൻ ഒരു അച്ഛനുണ്ട്. ആ അച്ഛൻ വന്ന് കുർബാന അർപ്പിക്കാം. ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന മലയാളികളായ എല്ലാ കുട്ടികളും വന്ന് കുർബാനയിൽ സംബന്ധിക്കുകയും അവർ സന്തോഷത്തോടു കൂടി തിരിച്ചു പോവുകയും ഒരു രോഗങ്ങൾ ആരും അവരവരുടെ രോഗങ്ങളെ കുറിച്ച് അറിയുന്നില്ല. അവര് ഈ സ്ഥാപനം ഇതെല്ലാം നല്ല നിലയിൽ ഉയർത്തിക്കൊണ്ട് വരണം. ഇത് ഞങ്ങൾക്ക് സന്ധ്യാസമയത്ത് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരാലയം. നാട്ടിൽ നിന്ന് വരുന്നവരെ പലരും അയ്യോ ഇവിടെ സ്ഥലമില്ലേ, എന്ത് ചെയ്യും, ഇനി പുറത്ത് 400 രൂപ 500 രൂപ, അതൊക്കെ മലയാളികളാണെന്ന് അറിയുമ്പം തോന്നുന്ന കാശാ പറയുന്നത്. ഒത്തിരി കഷ്ടപ്പാടാണ് ഇവിടെ പുറത്ത് റൂം കിട്ടാൻ, എല്ലാത്തിനും ഒത്തിരി ബുദ്ധിമുട്ടുമാണ്. ഞാൻ എവിടെ പോയി അന്വേഷിക്കാനോ ഭാഷ അറിയില്ല, ഒന്നും അറിയില്ല, അതുപോലെ കഷ്ടപ്പാടാണ്. അപ്പോൾ അത് ഇവിടെ ഒരു 5-6 മുകളിലോ എങ്ങനെയെങ്കിലും റൂമുകളൊക്കെ ഉണ്ടായി സഹായിക്കണം എന്ന് പറയാനാണ്. അതുപോലെ തന്നെ രാവിലെ വരുമ്പം ട്രെയിൻ ഇറങ്ങി വന്നു കഴിഞ്ഞ് റൂമിൽ നിന്ന് പോരുന്നവര് അച്ഛനെയോ തിരുമേനിയോ ആരെങ്കിലും വിളിച്ചിട്ട് ചോദിക്കും റൂമുണ്ടോ, ഞങ്ങൾക്ക് ഇന്ന ദിവസം അപ്പോയിൻമെന്റ് ഉണ്ട്, എന്താ ചെയ്യാ എന്ന് ചോദിക്കുമ്പം അച്ഛൻ പറയും നിങ്ങളിങ്ങ് പോരെ, അല്ലെങ്കിൽ പിതാവ് പറയും നിങ്ങളിങ്ങ് പോരെ, നമുക്കിവിടെ വന്ന് നോക്കാം എന്ന് പറയും. രാവിലെ അവരിവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിസിറ്റേഴ്സ് ഒരു റൂമുണ്ട്. ആ റൂമിനകത്ത് കയറി എത്ര പേഷ്യൻസ് വന്നാലും റൂമില്ലാത്തത് കൊണ്ട് പേഷ്യൻസ് വന്നു കഴിഞ്ഞ് കഴിയുമ്പം അതിനകത്ത് കയറി കുളിച്ച് ഫ്രഷായി അവർ ഹോസ്പിറ്റലിൽ പോയി. അതുപോലെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ വണ്ടി ഇറങ്ങി 4-5 പേഷ്യൻസാണ് അവരുടെ കൂടെ 1-2 ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടാവും. അവർ ഡോക്ടറെ കാണാൻ വേണ്ടി വരുമ്പം ചിലപ്പോൾ തിരുമേനിയ അച്ഛനോ ആരെങ്കിലും ആയിരിക്കും അവർക്ക് ചീട്ടെടുത്ത് വെക്കുന്നത്, ഇന്ന ദിവസം അപ്പോയിൻമെന്റ് ഉണ്ട് വരണമെന്ന് പറഞ്ഞ് അവർ വരുമ്പം ഇവിടെ ഈ അവസ്ഥയാണ്. റൂമുകൾ ഉണ്ടാകത്തില്ല. അയ്യോ റൂമില്ല, ഞങ്ങൾ പിതാവിനെ വിളിച്ചതാണല്ലോ, ഞങ്ങൾക്ക് എന്താ റൂം തരാത്ത പരിഭവമാണ് പറയുന്നത്. കാരണം ഇപ്പം ഞാൻ തന്നെ വന്നിട്ട് 3 മാസമായി.
ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഓരോ വ്യക്തികൾക്കും ക്യാൻസർ പേഷ്യൻസിനൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കീമോയും റേഡിയേഷനും അങ്ങനെയൊക്കെ ആയിട്ട് 6 മാസം ചിലപ്പോൾ 1 വർഷം അത്രയൊക്കെ താമസിച്ചാണ് പേഷ്യൻസ് ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അവരുടെ റൂമിൽ വേറൊരു പേഷ്യൻസിനെ കയറ്റാൻ പറ്റത്തില്ല. അതുപോലെ പല വിധത്തിലുള്ള അസുഖങ്ങളുള്ളവരെ പേഷ്യൻസാണ് ഇവിടെ വന്നു പോകുന്നത്. അപ്പം സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് വരുന്ന റൂമിൽ തന്നെ അച്ഛൻ വിസിറ്റേഴ്സ് മറ്റുള്ളവരെ കാണാനിരിക്കുന്ന റൂമിൽ കയറി അവർ പ്രഭാത കൃത്യങ്ങളെല്ലാം ചെയ്ത് കുളിച്ച് ഫ്രഷായി കാപ്പി കിച്ചണിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കും. അത് കഴിച്ച് അവർ ഹോസ്പിറ്റലിൽ പോയി വരുമ്പം റൂം ഒഴിവില്ലെങ്കിൽ അവരെ അയ്യോ റൂം ആരും പോയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ വരുന്നവരുടെ മുഖം വിഷമത്തിലാണ്. കാരണം ഇവിടെ എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ഒരു കൂട്ടായ ഒരു ഇത് ഉള്ളത് കൊണ്ട് പുറത്ത് താമസിക്കുവാനും ഒത്തിരി പൈസ കൊടുക്കാനും ആരുടെയും കയ്യിൽ ഇല്ല. ഇവിടെ ആകുമ്പോൾ മലയാളികളാണ് തമ്മിൽ സംസാരിക്കാൻ. പുറത്ത് 350 രൂപ 400 രൂപയാണ് ഒരു ദിവസം ഒരു സെന്ററിലൊക്കെ വാടക പറയുന്നത്. അത് മറ്റേ കൊടുത്ത് 6 മാസം 3 മാസം 1 വർഷമൊക്കെ നിൽക്കുന്നവരെ കൊണ്ട് അത് താങ്ങത്തില്ല. അപ്പൊ അതുകൊണ്ട് പിതാവ് ഇത് ചെയ്യുന്നത് എത്രയോ ഞങ്ങൾക്കൊരു ഉപകാരമാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയും വളരെ ഇതാണ് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച്. അത്രയ്ക്കും എങ്ങനെ നന്ദി പറയണേ, എന്ത് കൊടുത്ത് പിതാവിനെ തൃപ്തിപ്പെടുത്തണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഞങ്ങള് ഇതുപോലെ എന്ത് ചെയ്യാത്ത ഞങ്ങളാൽ കഴിയാവുന്നത്, ഞങ്ങളൊരു കൃഷി കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ്. സാമ്പത്തികമായിട്ട് ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. എന്നാലും ഞങ്ങൾ ട്രീറ്റ്മെന്റിന് വന്നതാണെന്നുണ്ടെങ്കിലും ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്ത് തിരുമേനിയെ ഈ സ്ഥാപനം ഉയർത്തിക്കൊണ്ടുവരണം. കാരണം ഇനിയുള്ള മക്കൾക്ക് വരുന്ന ഓരോ രോഗികൾക്കും ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടായി ഇത് ഉയർച്ചയിലേക്ക് പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എല്ലാവരും പിതാവിനെ സഹായിച്ച് ഈ സ്ഥാപനം വന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അതിന്റെ അവസ്ഥ മനസ്സിലാവും. നാട്ടിൽ നിൽക്കുന്നവർക്ക് ആർക്കും ഇതിന്റെ ബുദ്ധിമുട്ട് എന്താ എന്ന് അറിയത്തില്ല. ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ ചേട്ടൻ ആഴംപള്ളിയിലെ സെക്രട്ടറിയാണ്. ഇവിടെ വന്നപ്പോഴാണ് ചേട്ടൻ വിഷമിച്ചത്. കാരണം 6 വർഷമായിട്ട് ചേട്ടൻ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നയാളാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ ചേട്ടൻ പറയാണ് അവിടെ ഒന്നുമല്ല കൊടുക്കേണ്ടത് ഇവിടെയാണ്. ഈ രോഗികൾക്ക് വേണ്ടി ഈ പിതാവ് ഈ അച്ഛനും കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് അവർക്ക് തന്നെ മനസ്സ് മാറ്റം വരികയാണ്. അതുകൊണ്ട് എല്ലാവരും തിരുമേനിയെ പിതാവിനെ ഈ സ്ഥാപനം സ്വാതന്ത്ര്യം ഗൈഡൻസ് സെന്റർ എന്ന് പറയുന്നത് മലയാളികളിൽ നിന്ന് തന്നെയല്ല എല്ലാവർക്കും ഒരു ഉപകാരമാണ്. പാവപ്പെട്ടവർക്കും എല്ലാവർക്കും നല്ലൊരു സെന്റർ ആണ് ഇത്. സാധാരണക്കാര് അവസ്ഥ അറിഞ്ഞ് പിതാവ് ജീവിതത്തിലെ പകുതിയിലധികം മുഴുവൻ ഭാഗം തന്നെ പറയാം രോഗികൾക്ക് വേണ്ടി മാത്രമായിട്ട് വർഷങ്ങളായിട്ട് അച്ഛനായി ഇവിടെ സേവനം ചെയ്ത് ഹോസ്പിറ്റലിൽ പോവുകയും വരികയും ഇവിടെ പല ഡോക്ടേഴ്സായിട്ട് നല്ല പരിചയവും എല്ലാ രോഗികൾക്കും പോയി കാണിച്ചു കൊടുത്ത് അത്യാവശ്യം വേണ്ട മോളുടെ കാര്യത്തിന് തിങ്കളാഴ്ച ഡോക്ടർ കാണാൻ ചെല്ലാൻ പറഞ്ഞ് സാറിൻ്റെ പോയി സംസാരിച്ചിട്ട് ഉണ്ടട്ടോ എന്ന് വന്ന് പറഞ്ഞ അതുപോലെ സമയം കണ്ടെത്തി. തിരുമേനി ഇവിടെ ഇല്ലെങ്കിൽ ഫോണിലൂടെ ബന്ധപ്പെട്ട് അത് വേണ്ടുന്നതായ കാര്യങ്ങളൊക്കെ എല്ലാ രോഗികൾക്കും ചെയ്തു കൊടുക്കുകയും എല്ലാം ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു വണ്ടിയില്ല, നല്ല വണ്ടിയില്ല, ഒരു പഴയ ഒരു ആംബുലൻസ് ആണ് ഇവിടെ ഉള്ളത്. ഞങ്ങളെ ആശുപത്രിയിൽ കൊണ്ടുവരുന്നതിന് നല്ല ഒരു വണ്ടി വരെ ഇല്ല. വന്നാൽ അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയുള്ളൂ. അപ്പൊ ഈ സ്ഥാപനം ഇത് ഉയർത്തിക്കൊണ്ടുവരാൻ എല്ലാവരും ഒരു ചെറിയ ചാപ്പൽ, വലിയ പള്ളിയൊന്നും പണിയണ്ട, ഞങ്ങളുടെ നാട്ടിലെ പോലെയുള്ള പള്ളി ഒന്നും പണിയണ്ട. സന്ധ്യ ആകുമ്പോൾ രോഗികൾക്ക് ആയി വരുന്നവർക്ക് എല്ലാവർക്കും കൂട്ടമായിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ച് സന്തോഷത്തോടു കൂടി അവരുടെ റൂമുകളിൽ വന്ന് ഒരു സംതൃപ്തിയായിട്ട് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുവാനും എല്ലാത്തിനും വേണ്ടി ഇത് ഉയർത്തിക്കൊണ്ടുവരാൻ എല്ലാവരാൽ കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യണമെന്ന് എൻ്റെ അനുഭവത്തിൽ നിന്നുമാണ് ഞാൻ പറയുന്നത്. എല്ലാവരും സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സ്വാതന്ത്ര്യം വന്നിട്ട് 2013 ഓഗസ്റ്റ് 2-ാം തീയതി രാവിലെ ഞങ്ങളിവിടെ വന്നതാണ്. എൻ്റെ ഹസ്ബൻഡിന് ചികിത്സയ്ക്കായിട്ട് വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു കുടുംബത്തിലെന്ന പോലെ തന്നെ തിരുമേനിയും റോബിനച്ചനും തോമസ് തിരുമേനിയും ഞങ്ങളെ നല്ല രീതിയിൽ ഇവിടെ വന്നിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടത്തി തരുകയും വേണ്ട രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരികയും അതുപോലെ തന്നെ ഇവിടെ താമസിക്കാൻ വന്നപ്പോഴത്തേക്ക് ഒന്നും നമ്മളോട് ഒന്നും വാങ്ങിക്കാതെ തന്നെ വന്നപ്പോൾ തന്നെ റൂം തരുകയും അതിന് വേണ്ടിയിട്ട്
നല്ല രീതിയിൽ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഒരു കുടുംബത്തിൽ പോലെ തന്നെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവുകയും, പക്ഷേ പലരും പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ റൂം കൊടുക്കാൻ പറ്റുന്നില്ല. തിരുമേനിക്കാണെങ്കിലും റോബിനച്ചനാണെങ്കിലും വളരെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എല്ലാവരുടെയും സഹായം നമുക്ക് വേണം. അതിന് വേണ്ടിയിട്ട് എല്ലാവരും സഹകരിക്കണം. സാന്ത്വനയുടെ വിദ്യാർത്ഥി സംഘടനയാണ് റോസസ് ഓഫ് ഷാരോൺ സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന ഞങ്ങളുടെ റോസ. കുടുംബ അന്തരീക്ഷത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഞങ്ങൾക്ക് റോസ സ്വന്തം കുടുംബം പോലെ തന്നെയാണ്. ക്രിസ്തുമസ്, ഈസ്റ്റർ, ഓണം എന്നീ വിശേഷങ്ങളെല്ലാം ഞങ്ങൾക്ക് ഉത്സവം പോലെയാണ്. നോയമ്പ് കാലങ്ങളിൽ ധ്യാനം, ഉപവാസം എന്നിവ കൂടാതെ ഞങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നും കുറച്ച് മാറ്റിവെച്ച് ആഹാരവും വസ്ത്രവും വാങ്ങി എല്ലാ വർഷവും അത് അഗതികൾക്ക് നൽകാറുണ്ട്. രക്തദാനം, രോഗികളെ സന്ദർശിക്കുക എന്നുള്ളതും റോസയുടെ പ്രവർത്തനങ്ങളാണ്. ഇതോടൊപ്പം തന്നെ വെല്ലൂർ പ്രദേശങ്ങളിലുള്ള സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യം നൽകുക എന്നുള്ളതും സാന്ത്വനയുടെ പ്രവർത്തനങ്ങളിൽപ്പെട്ട ഒന്നാണ്. എന്തുകൊണ്ടും സാന്ത്വനയിലെ റോസാ പുഷ്പങ്ങളായ ഞങ്ങൾക്ക് സാന്ത്വനയുടെ പ്രവർത്തനവും അതേപോലെ തന്നെ തിരുമേനിയുടെ നേതൃത്വവും എന്നും ഒരു ആത്മീയ പ്രചോദനം തന്നെയാണ്.